ഓം ഭദ്രകാളിയേ നമഃ. എല്ലാവർക്കും അമ്മൻ ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് ഒരു പ്രത്യേക വിഷയത്തെ പറ്റിയാണ്. വ്യാഴത്തിൻ്റെ മൗഢ്യം വിട്ടകലുന്ന സമയമാണ്. ജൂലൈ മാസം 9-ാം തീയതി മുതൽ. എന്താണ് മൗഢ്യം എന്ന് നോക്കിയാൽ, ഒരു ഗ്രഹം സൂര്യനോട് വളരെയധികം അടുത്ത് സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടം, ആ ഗ്രഹത്തിന് ജ്വലനം സംഭവിക്കുകയും ആ ഗ്രഹത്തിൻ്റെ ശക്തി പൂർണ്ണമായി നഷ്ടപ്പെടുക, ആ ഗ്രഹം ക്ഷീണിതനായിട്ട് കാണപ്പെടുക, ആ ഗ്രഹത്തിന് എല്ലാ തരത്തിലും ഒരു ബലക്ഷയം സംഭവിക്കുന്നതിനെയാണ് മൗഢ്യം എന്ന് പറയുന്നത്. 2025 മെയ് 14 വ്യാഴമാറ്റം നടന്നു എങ്കിലും ആ വ്യാഴത്തിൻ്റേതായിട്ടുള്ള പൂർണ്ണ ഫലം, ആ വ്യാഴത്തിൻ്റെ ഗുണഫലം ലഭിക്കുന്ന രാശിക്കാർക്ക് അത്രമേൽ ലഭിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം. അതിന് പ്രധാന കാരണം മെയ് 14 വ്യാഴമാറ്റം സംഭവിച്ചുവെങ്കിലും ജൂൺ മാസം 9-ാം തീയതി വ്യാഴം മൗഢ്യത്തിലേക്ക് ആയിട്ടുണ്ട്. അതായത് സൂര്യനോട് വളരെയധികം അടുത്ത് സഞ്ചരിക്കുന്ന ആ കാലഘട്ടത്തിൽ വ്യാഴം പൂർണ്ണമായിട്ട് ബലഹീനനായിട്ട് ബലക്ഷയം സംഭവിച്ച് കാണപ്പെടുന്നു. ജൂലൈ മാസം 9-ാം തീയതി വ്യാഴം ആ മൗഢ്യത്തിൽ നിന്ന് അകലുകയാണ്, മൗഢ്യം വിട്ടുമാറുകയാണ്. വ്യാഴം പൂർണ്ണ ബലവാനായിട്ട് വരുന്ന സമയമാണ്. വ്യാഴത്തിൻ്റെ ഈ ഒരവസ്ഥ ഒരു 6 രാശികളിൽപ്പെട്ട 18 നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് വളരെയധികം ഗുണഫലങ്ങൾ, നേട്ടങ്ങളാണ് നൽകുന്നത്. പ്രത്യേകിച്ച് ആ വ്യാഴമാറ്റത്തിൻ്റെ പൂർണ്ണ ഫലം, ആ ഗുണഫലങ്ങൾ ഇനി മുതൽ ജൂലൈ മാസം 9-ാം തീയതി മുതലാണ് 18 നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ലഭിക്കുന്നത്. ഈ ഒരു സമയം നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ജനന ജാതകപ്രകാരം ഇപ്പോൾ വ്യാഴദശ നടക്കുന്ന വ്യക്തികൾ ആരെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഗ്രഹത്തിൻ്റെ ദശയിൽ വ്യാഴത്തിൻ്റെ അപഹാരമാണോ എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കുക. വ്യാഴദശ നടക്കുന്നവർക്കും വ്യാഴത്തിൻ്റെ അപഹാരം നടക്കുന്നവർക്കുമൊക്കെ ജൂലൈ മാസം 9-ാം തീയതി മുതൽ വളരെ വലിയ ഗുണാനുഭവങ്ങൾ, നന്മകളാണ് ലഭിക്കുന്നത്. വ്യാഴം പ്രപഞ്ചത്തിൻ്റെ പൂർണ്ണ ശുഭനാണ്. ധനകാരകൻ, പുത്രകാരകൻ, നമുക്ക് ഐശ്വര്യങ്ങൾ നൽകുന്ന ഗ്രഹമാണ്. അപ്പോൾ വ്യാഴത്തിൻ്റെ മൗഢ്യം വിട്ടുമാറുന്നതോടുകൂടി ജൂലൈ 9 മുതൽ 18 നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഒരുപാട് വലിയ ഗുണഫലങ്ങൾ, നേട്ടങ്ങളാണ് ലഭിക്കുന്നത്. എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ ഈ വീഡിയോയിലും എടുത്തു പറയുന്നു. പലരും യൂട്യൂബിലും മറ്റും പല രാശിഫലത്തെ മാത്രം അടിസ്ഥാനമാക്കിയാണ് മുന്നോട്ട് പോകുന്നത്. അങ്ങനെയല്ല വേണ്ടത്. നമ്മുടെ ഓരോരുത്തരുടെയും ജനന ജാതകത്തിന് അത്രമേൽ പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലാക്കുക. നമ്മൾ ഏതൊരു ഗ്രഹത്തിൻ്റെ രാശിഫലം പറയുമ്പോഴും അത് ഗുണമാണെങ്കിലും ദോഷമാണെങ്കിലും ആ ഒരു രാശിയിൽ വരുന്ന നക്ഷത്രങ്ങളിൽ തന്നെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യർ ജനിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഗുണഫലങ്ങളും ദോഷഫലങ്ങളും ഒരുപോലെ അനുഭവത്തിൽ വരില്ല. അതിൽ ഏറ്റക്കുറച്ചിലുകൾ അനുഭവത്തിലുണ്ടാകും. അതിന് പ്രധാന കാരണം സ്വന്തം ജനന ജാതകപ്രകാരം നടക്കുന്ന ദശാകാലങ്ങളുമാണെന്ന് മനസ്സിലാക്കുക. ഇനി വ്യാഴത്തിൻ്റെ മൗഢ്യം വിട്ടുമാറുന്നതോടുകൂടി, വ്യാഴം പൂർണ്ണ ബലവാനാവുന്നതോടുകൂടി ഏതൊക്കെ രാശികളിൽപ്പെട്ട നക്ഷത്ര ജാതകർക്കാണ് ഏറ്റവും നല്ല ഗുണഫലങ്ങൾ ലഭിക്കുന്നത് എന്ന് നോക്കാം. ഇടവം രാശിക്കാരായ വ്യക്തികളെ സംബന്ധിച്ച് കാർത്തിക, രോഹിണി, മകയിരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഒരു കാലഘട്ടം ജൂലൈ 9 മുതൽ ഒരുപാട് നേട്ടങ്ങൾ, നന്മകളാണ് ലഭിക്കുന്നത്. വ്യാഴം നിങ്ങൾക്ക് 2-ാം ഭാവമായിട്ടുള്ള ആ ഒരു ധനസ്ഥാനത്ത് സഞ്ചരിക്കുന്ന സമയമാണ്. ഈ ഒരു കാലഘട്ടം മുതൽ ജൂലൈ 9 മുതൽ ഇടവം രാശിക്കാരെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായ ധനാഗമങ്ങൾ, നേട്ടങ്ങൾ വന്നു ചേരുന്ന ഒരു സമയമാണ്. നിങ്ങൾ ഏത് ജോലി ചെയ്യുന്ന വ്യക്തിയാണെങ്കിലും നിങ്ങളുടെ കൈകളിലേക്ക് ലഭിക്കുന്ന പണം നിങ്ങൾക്കൊരു സേവിങ്സാക്കി മാറ്റാനുള്ള ഒരു കാലഘട്ടത്തിൻ്റെ ആരംഭമാണ്. നിങ്ങൾ ഒരു ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിലും ഒരു ജോലി ചെയ്യുന്ന വ്യക്തിയാണെങ്കിലും ധാരാളം ധനവരവ് നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരുന്ന സമയം. നിങ്ങളുടെ കർമ്മം എന്താണോ ആ കർമ്മത്തിൽ കൂടെ നല്ല ഉയർച്ച, ധാരാളം ധനവരവ്, സമ്പാദ്യം വന്നു ചേരും. നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിക്കപ്പെടുന്ന ഏറ്റവും നല്ലൊരു കാലത്തിൻ്റെ ആരംഭമാണ് ജൂലൈ മാസം 9-ാം തീയതി മുതൽ. ഈശ്വരാനുഗ്രഹം ഏറ്റവും അധികം ലഭിക്കും. മനസ്സിലാഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ നടക്കുന്ന സമയം. നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങൾക്കുള്ള തടസ്സങ്ങൾ, പ്രയാസങ്ങൾ ഒക്കെ വിട്ടുമാറും. വ്യാഴത്തിൻ്റെ അനുഗ്രഹം പൂർണ്ണമായി ലഭിക്കുന്ന സമയം. വ്യാഴമെന്ന് പറയുന്ന ഗ്രഹം ധനകാരകനായതുകൊണ്ട് സാമ്പത്തികപരമായിട്ട് നല്ല ഉയർച്ച ലഭിക്കുന്ന സമയം. അപ്രതീക്ഷിതമായിട്ട് നിങ്ങളുടെ കൈകളിലേക്ക് പണം വന്നു ചേരുക. നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ ഒരു സന്തോഷം, സമാധാനം, സുഖം നൽകുന്ന തരത്തിലുള്ള അനുഭവങ്ങൾ ഈ ഒരു കാലഘട്ടങ്ങളിൽ ഇടവം രാശിക്കാർക്ക് ലഭിക്കും. പലരെയും സംബന്ധിച്ച് എത്ര വലിയ സാമ്പത്തിക പ്രതിസന്ധികളോ ബുദ്ധിമുട്ടോ ആണെങ്കിലും അതിൽ നിന്നൊക്കെ
ഒന്ന് പുറത്ത് കടക്കുവാനുള്ള ഒരു വഴി നിങ്ങളുടെ മുൻപിൽ തെളിഞ്ഞു കിട്ടും. കടബാധ്യതകൾ വിട്ടുമാറും. കുടുംബത്തിലൊരു സന്തോഷം, സമാധാനം, അതുപോലെ തന്നെ മംഗളകരമായിട്ടുള്ള ചില കാര്യങ്ങൾ ജൂലൈ മാസം 9-ാം തീയതി മുതൽ അനുഭവത്തിൽ വരും. പലരെയും സംബന്ധിച്ച് മുന്നോട്ടുള്ള സമയം കുടുംബത്തിൽ വിവാഹം പോലെയുള്ള മംഗളകാര്യങ്ങൾ, അതുപോലെ ഗൃഹപ്രവേശം നടത്തുവാൻ സാധിക്കുക, സ്വന്തമായിട്ട് ഭൂമി വാങ്ങാൻ സാധിക്കുക, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഇടവം രാശിക്കാർക്ക് വ്യാഴം നൽകുന്നത്. പൊതുവെ വ്യാഴം നിങ്ങളെ സംബന്ധിച്ച് അഷ്ടമാധിപതി ആയതുകൊണ്ട് മറഞ്ഞിരിക്കുന്ന ഒരുപാട് നന്മകൾ, ഗുണഫലങ്ങൾ, നേട്ടങ്ങൾ ജൂലൈ മാസം 9-ാം തീയതി മുതൽ അനുഭവത്തിൽ വരുന്നതായിരിക്കും. നിങ്ങൾ ഒരുപാട് കാലങ്ങളായിട്ട് ആഗ്രഹിച്ചിരിക്കുന്ന കാര്യങ്ങളാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വപ്ന സാക്ഷാത്കാരമെന്ന് പറയുന്നത് പോലെ ഒരുപാട് നേട്ടങ്ങൾ, നന്മകൾ ഇടവം രാശിക്കാർക്ക് അനുഭവത്തിൽ വരും. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, ആശുപത്രി വാസങ്ങൾ, രോഗദുരിതങ്ങൾ അനുഭവിക്കുന്ന ഇടവം രാശിയിൽപ്പെട്ട വ്യക്തികളുണ്ടെങ്കിൽ ആ വ്യാഴത്തിൻ്റെ മൗഢ്യം വിട്ടുമാറുന്നതോടുകൂടി ജൂലൈ 9 മുതൽ ആരോഗ്യകാര്യങ്ങളിലൊക്കെ വളരെയധികം പുരോഗതി, നടത്തി വരുന്ന ചികിത്സകൾക്കൊക്കെ പൂർണ്ണമായിട്ടുള്ളൊരു ഫലം ലഭിക്കുക, ആശുപത്രി വാസങ്ങൾ, രോഗദുരിതങ്ങളിൽ നിന്ന് മുക്തി ലഭിക്കുക, ഇങ്ങനെ ഒരുപാട് വലിയ നേട്ടങ്ങളാണ് നിങ്ങൾ ഇടവം രാശിക്കാർക്ക് ഈ ഒരു വ്യാഴത്തിൻ്റെ മൗഢ്യം വിട്ടുമാറുന്നതോടുകൂടി ലഭിക്കുക. ഇടവം രാശിക്കാരെ സംബന്ധിച്ച് ജൂലൈ 9 മുതൽ മുന്നോട്ടുള്ള സമയം അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ, നന്മകൾ, ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരും. ഓരോ വ്യക്തികളെയും സംബന്ധിച്ച് അവരവർക്ക് അനുഭവത്തിൽ വരുന്ന ഗുണഫലങ്ങൾ വ്യത്യാസപ്പെട്ട് അനുഭവത്തിൽ അങ്ങനെയായിരിക്കും ലഭിക്കുക. ഓരോ മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾക്കും ആവശ്യങ്ങൾക്കും അനുസരിച്ചിട്ടാണ് ആ ഒരു ഫലം ജീവിതത്തിൽ വന്നു ചേരുന്നത്. ഈ ഒരു സമയത്തെ നിങ്ങൾ ഇടവം രാശിക്കാർ പരമാവധി പ്രയോജനപ്പെടുത്തുക. നിങ്ങളുടെ സ്വന്തം ജാതകം കൂടി ഈ ഒരു സമയം പരിശോധിച്ച് മുന്നോട്ട് പോകുന്നത് ഉത്തമമാണ്. ജൂലൈ 9 മുതൽ നിങ്ങൾ ഓരോരുത്തർക്കും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതൊക്കെ ഈശ്വരൻ തിരിച്ചു നൽകുന്ന ഏറ്റവും നല്ലൊരു കാലഘട്ടം, നല്ലൊരു സമയമാണ്. ഇതിനെ പരമാവധി പ്രയോജനപ്പെടുത്തുക. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹം എല്ലാവർക്കും ലഭിക്കുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളീ നമഃ. അടുത്തതായി ചിങ്ങം രാശിക്കാരായ മകം, പൂരം, ഉത്രം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഈ ഒരു കാലഘട്ടം വളരെ വളരെ ഉത്തമമാണ്. ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ച് വ്യാഴം 11-ാം ഭാവമായ സർവാഭീഷ്ട സ്ഥാനത്ത് സഞ്ചരിക്കുന്ന സമയമാണ്. പക്ഷേ വ്യാഴം ആ മൗഢ്യത്തിലേക്ക് പോയ ആ ഒരു കാലം അത്രമേൽ വലിയ ഗുണഫലങ്ങളൊന്നും ചിങ്ങം രാശിക്കാർക്ക് അനുഭവത്തിൽ വന്നു കാണില്ല. ജൂലൈ 9-ന് ആ വ്യാഴം മൗഢ്യത്തിൽ നിന്ന് വിട്ടുമാറുന്നതോടുകൂടി പൂർണ്ണ ബലവാനാകും. ആ സമയം മുതൽ വ്യാഴത്തിൻ്റേതായിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾ ചിങ്ങം രാശിക്കാർക്ക് ലഭിക്കുകയും നഷ്ടപ്പെട്ടതെല്ലാം തിരികെ നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരുന്ന അത്യപൂർവമായ ഒരു കാലഘട്ടത്തിൻ്റെ ആരംഭവും കൂടിയാണ്. ഈ ഒരു സമയം പ്രധാനമായിട്ട് ചിങ്ങം രാശിക്കാരുടെ ആഗ്രഹങ്ങളൊക്കെ സാഫല്യത്തിൽ വരുന്ന ഒരു സമയമാണ്. പലരെയും സംബന്ധിച്ച് ജീവിതത്തിൽ അത്രമേൽ ഉയർച്ചകൾ, നന്മകൾ, ഭാഗ്യാനുഭവങ്ങൾ ലഭിക്കുന്ന സമയം. ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ വിട്ടുമാറുക, സാമ്പത്തികപരമായ പ്രതിസന്ധികളിൽ നിന്ന് മുക്തി ലഭിക്കുക, നിങ്ങളുടെ ആവശ്യം നടത്തുവാനുള്ള ഒരു പണം, ഒരു സാമ്പത്തിക സ്ഥിതി നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരുന്ന ഒരനുഭവം, അവരവരുടെയും കുടുംബത്തിൻ്റെയും കുടുംബാംഗങ്ങളുടെയും ഒക്കെ ആവശ്യങ്ങൾ നിറവേറ്റാൻ സാധിക്കുക, അതുപോലെ കുടുംബത്തിൽ തന്നെ ഒരു സന്തോഷം, സമാധാനമൊക്കെ ലഭിക്കുന്നതായിട്ടുള്ള അനുഭവം ഓരോ ചിങ്ങം രാശിക്കാർക്കും വന്നു ചേരും. വ്യാഴം പ്രപഞ്ചത്തിൻ്റെ ഗുരുവും നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും ശുഭത്വം നൽകുന്ന മൂലത്രികോണ ഭാവത്തിൻ്റെ ആധിപത്യം വഹിക്കുന്ന ഗ്രഹവുമാണ്. ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ച് ജൂലൈ 9 മുതൽ അപ്രതീക്ഷിതമായ ഒരുപാട് നേട്ടങ്ങൾ, നന്മകൾ വന്നു ചേരും. ചിലരെ സംബന്ധിച്ച് നിങ്ങൾ ആഗ്രഹിച്ച ഒരു ജോലിയിൽ പ്രവേശിക്കാനുള്ള ഭാഗ്യം ജൂലൈ മാസം 9-ാം തീയതിക്ക് ശേഷം അനുഭവത്തിൽ വരും. അതുപോലെ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ നല്ല മാറ്റം, പദവി ഉയർച്ച, സ്ഥാനമാറ്റം, ഇടമാറ്റമൊക്കെ ലഭിക്കുന്ന സമയം. വിദേശ ജോലിക്കുള്ള ഭാഗ്യം ഈ ഒരു കാലഘട്ടത്തിൽ വന്നു ചേരും. ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ച് പലർക്കും ഒരുപാട് കാലങ്ങളെ ആഗ്രഹിച്ചിരുന്ന ഒരു സർക്കാർ സർവീസിലേക്കൊക്കെ ജോലി ലഭിക്കുന്ന ഒരു സമയവും കൂടിയാണ് മുന്നോട്ടുള്ളത്. കർമ്മസംബന്ധമായിട്ട് വളരെയധികം ഉയർച്ച ലഭിക്കുന്ന ഒരു സമയം കൂടിയാണിത്. അതുപോലെ പ്രധാനമായും എടുത്തു പറയേണ്ടത് ദാമ്പത്യ കുടുംബജീവിതത്തിൽ ഉണ്ടായിരുന്ന പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ വിട്ടുമാറും. ദാമ്പത്യ കുടുംബജീവിതത്തിൽ സന്തോഷം, സുഖം, സമാധാനം ലഭിക്കും. വിവാഹ കാര്യങ്ങളുണ്ടായിരുന്ന തടസ്സങ്ങൾ വിട്ടുമാറുക, അനുയോജ്യമായ മംഗളകരമായ ഒരു വിവാഹം, ഒരു ജീവിത പങ്കാളിയെ ലഭിക്കുന്നതായിട്ടുള്ള അനുഭവം വന്നു ചേരും. പലരെയും സംബന്ധിച്ച് പൂർവികമായിട്ട് ലഭിക്കേണ്ട ഭൂമി, സ്വത്തൊക്കെ ലഭിക്കാനുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരുന്ന സമയം. സ്വന്തമായി ഭൂമി വാങ്ങുക, ഗൃഹനിർമ്മാണം ആരംഭിക്കുക, ഇതിനൊക്കെയുള്ള കാലമാണ് ചിങ്ങം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളെയും സംബന്ധിച്ച്. അവരവരുടെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിലുണ്ടായിരുന്ന ആകുലത, വേവലാതികൾ വിട്ടുമാറുക, കുട്ടികൾക്ക് നല്ല ഉയർന്ന വിദ്യാഭ്യാസം ലഭിക്കുക, അവരുടെ വിവാഹം നടക്കുക, ഇങ്ങനെയുള്ള മംഗളകരമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന സമയം.
സന്താന ഭാഗ്യത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ചിങ്ങം രാശിക്കാർക്ക് അല്ലെങ്കിൽ അതിനുവേണ്ടി ചികിത്സകളൊക്കെ നടത്തി വരുന്നവർക്ക് സന്താന ഭാഗ്യം ലഭിക്കുന്ന കാലഘട്ടവും അവർ ഈശ്വരാനുഗ്രഹവും ജൂലൈ 9 മുതൽ അനുഭവത്തിൽ വരും. അവരവരുടെ കുട്ടികളാൽ ചിങ്ങം രാശിയിൽപ്പെട്ട മാതാപിതാക്കൾക്ക് അവരുടെ ആഗ്രഹ സാഫല്യം പൂർത്തീകരിക്കുന്ന സമയം, കുട്ടികളാൽ മനസ്സിന് സന്തോഷം സമാധാനം നൽകുന്ന തരത്തിൽ നല്ല നല്ല അനുഭവങ്ങളും വന്നു ചേരും. പൊതുവെ ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ച് ഈ വ്യാഴമാറ്റത്തിൻ്റെ പൂർണ്ണ ഫലം, പൂർണ്ണ അനുഭവങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നത് ജൂലൈ മാസം 9-ാം തീയതി മുതലാണ്. ആ വ്യാഴത്തിൻ്റെ മൗഢ്യം വിട്ടുമാറുന്നതോടുകൂടി വ്യാഴം പൂർണ്ണ ബലവാനാവുകയും ചെയ്യും. അപ്രതീക്ഷിതമായ നന്മകൾ, ഭാഗ്യാനുഭവങ്ങൾ, ഗുണഫലങ്ങൾ ചിങ്ങം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികൾക്കും അനുഭവത്തിൽ വരുന്നതുമായിരിക്കും. നിങ്ങളെ അലട്ടുന്ന അല്ലെങ്കിൽ നിങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കുന്ന ജീവിതത്തിലെ പല പ്രതിസന്ധികളും പ്രയാസങ്ങളും വിട്ടുമാറുന്ന ഏറ്റവും നല്ലൊരു കാലഘട്ടം, നല്ലൊരു സമയമാണ് ചിങ്ങം രാശിക്കാർക്ക് ജൂലൈ 9 മുതൽ. ഇതിനെ പരമാവധി പ്രയോജനപ്പെടുത്തൂ. ഈ ഒരു സമയം ചിങ്ങം രാശിയിൽപ്പെട്ട നിങ്ങൾ ഓരോരുത്തരും അവരവരുടെ ആ ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകുന്നത് വളരെ വളരെ ഉത്തമമായിരിക്കും. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ ചിങ്ങം രാശിക്കാരായ നിങ്ങൾക്കെല്ലാവർക്കും ജൂലൈ 9 മുതൽ സർവൈശ്വര്യങ്ങളും വ്യാഴം നൽകുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി തുലാം രാശിക്കാരായ ചിത്തിര, ചോതി, വിശാഖം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ജൂലൈ 9 മുതൽ ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു സമയം, നല്ലൊരു കാലം ആരംഭിക്കുകയാണ്. വ്യാഴത്തിൻ്റെ ആ മൗഢ്യം വിട്ടുമാറുന്നതോടുകൂടി വ്യാഴം പൂർണ്ണ ബലവാനാകും. പൊതുവെ തുലാം രാശിക്കാരെ സംബന്ധിച്ച് ആ മെയ് 14 വ്യാഴമാറ്റം നടന്നു കഴിഞ്ഞിട്ടും എല്ലാവർക്കും ഒരുപോലെ ആ വ്യാഴത്തിൻ്റെ ഗുണാനുഭവം, നന്മകൾ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. അതിന് പ്രധാന കാരണം ആ വ്യാഴത്തിൻ്റെ മൗഢ്യമായിരുന്നു. ആ മൗഢ്യം വിട്ടുമാറുന്നതോടുകൂടി വ്യാഴം പൂർണ്ണ ബലവാനായി ജൂലൈ 9 മുതൽ അപ്രതീക്ഷിതമായ നന്മകൾ, ഭാഗ്യാനുഭവങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. തുലാം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് അനുഭവത്തിൽ വരുന്നത് നിങ്ങളുടെ മനസ്സിന് ഒരു തെളിച്ചം ലഭിക്കുന്ന സമയം. നിങ്ങളുടെ മനസ്സിനെ അലട്ടിയിരുന്ന അല്ലെങ്കിൽ ആശയക്കുഴപ്പത്തിലാക്കിയിരുന്ന പലതരത്തിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും പൂർണ്ണമായി വിട്ടുമാറി മനസ്സിന് തന്നെ ഒരു സുഖം, സമാധാനം, സന്തോഷം നൽകുന്ന അനുഭവങ്ങൾ വന്നു ചേരും. എത്ര വലിയ മാനസിക പ്രയാസങ്ങളും പ്രതിസന്ധികളും പ്രശ്നങ്ങളും വിട്ടുമാറുന്ന ഏറ്റവും നല്ല കാലഘട്ടം, നിങ്ങൾക്ക് മുന്നോട്ട് ഒരു സന്തോഷം, സമാധാനം നൽകുന്ന തരത്തിൽ ജീവിതത്തിൽ നല്ല നല്ല കാര്യങ്ങൾ സംഭവിക്കുന്ന ഒരു സമയത്തിൻ്റെ ആരംഭമാണ്. അതുപോലെ തന്നെ തുലാം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് എത്ര വലിയ ഒരു സാമ്പത്തിക പ്രയാസങ്ങൾ, പ്രതിസന്ധികളിൽ കൂടെ കടന്നു പോകുന്ന വ്യക്തികളാണെങ്കിലും അതിനൊക്കെ ഒരു മാറ്റം വരുന്ന സമയമാണ്. വ്യാഴം നിങ്ങൾക്ക് ഭാഗ്യസ്ഥാനത്ത് സഞ്ചരിക്കുന്ന ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള സമയം. പൂർണ്ണ ബലവാനായ വ്യാഴത്തിൽ നിന്ന് അപ്രതീക്ഷിത ഭാഗ്യാനുഭവങ്ങൾ, നന്മകൾ നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ നിന്ന് കൈകളിലേക്ക് പണം വന്നു ചേരുക, സാമ്പത്തിക ബുദ്ധിമുട്ട്, പ്രയാസങ്ങൾ വിട്ടുമാറുന്ന സമയം, എത്ര വലിയ കടബാധ്യതകളും പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുക, അവരവരുടെയും അവരുടെ കുടുംബത്തിൻ്റെയും ആവശ്യങ്ങളൊക്കെ നിറവേറ്റാൻ പറ്റുന്ന ഏറ്റവും നല്ല സമയമാണ്. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, ആശുപത്രിവാസങ്ങൾ അല്ലെങ്കിൽ അതിനുവേണ്ടി പണം ചിലവഴിക്കുന്ന അങ്ങനെയുള്ള അനാവശ്യ പാഴ്ചിലവുകളൊക്കെ ഉള്ള വ്യക്തികളെ സംബന്ധിച്ച് അതൊക്കെ പൂർണ്ണമായി വിട്ടുമാറി അതിൽ നിന്നൊക്കെ ഒരു മുക്തി, ഒരു മോചനം ലഭിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലും സ്വന്തം ബന്ധങ്ങളിടയിലുമൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുന്ന അനാവശ്യമായിട്ടുള്ള ചില എതിർപ്പുകൾ അല്ലെങ്കിൽ ഒരു ശത്രുതാ മനോഭാവങ്ങളൊക്കെ വിട്ടുമാറി എല്ലാ കാര്യങ്ങളും വളരെ മംഗളകരമായി മുന്നോട്ട് പോകുന്ന സമയം, കർമ്മമേഖലയിലെ പ്രയാസങ്ങളൊക്കെ വിട്ടുമാറുന്ന കാലഘട്ടവും സമയവും. തുലാം രാശിയിൽപ്പെട്ട ഏതെങ്കിലും വ്യക്തികൾ ഭൂമി സംബന്ധമായിട്ടോ മറ്റു കാര്യങ്ങളായിട്ടോ എന്തെങ്കിലും കോടതി കേസ് വ്യവഹാരങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നവരാണെങ്കിൽ അതൊക്കെ പൂർണ്ണമായി വിട്ടുമാറുക, അല്ലെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് അനുകൂലത്തിൽ വരുന്ന ഒരു നല്ല സമയം, ഒരു നല്ല കാലഘട്ടമാണ്. ഭാഗ്യം എന്ന് പറയുന്നത് തന്നെയാണ് ഈശ്വരാനുഗ്രഹം. വ്യാഴം പ്രപഞ്ചത്തിൻ്റെ പൂർണ്ണ ശുഭൻ. നിങ്ങൾക്ക് അഷ്ടമ വ്യാഴം കഴിഞ്ഞ് വ്യാഴം ഭാഗ്യസ്ഥാനത്ത് സഞ്ചരിക്കുന്ന സമയം. പക്ഷേ വ്യാഴമാറ്റത്തിൻ്റെ ഫലം വ്യാഴം മൗഢ്യത്തിലായിരുന്നതിനാൽ അത്രമേൽ നിങ്ങൾക്ക് അനുഭവത്തിൽ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് പരമമായ സത്യം. നിങ്ങൾക്ക് ഇനി മുന്നോട്ട് ജൂലൈ 9 മുതൽ അപ്രതീക്ഷിത ഭാഗ്യാനുഭവങ്ങൾ, നന്മകളൊക്കെ വന്നു ചേരും. ഈ ഭാഗ്യാനുഭവങ്ങൾ പലർക്കും പലതരത്തിലായിരിക്കും. ചിലർക്ക് ആഗ്രഹിച്ചൊരു ജോലി ലഭിക്കുക, അല്ലെങ്കിൽ ആഗ്രഹിച്ചൊരു ബിസിനസ് ആരംഭിക്കാൻ സാധിക്കുക, അതല്ലെങ്കിൽ ബിസിനസ്സിലുള്ള പ്രയാസങ്ങൾ വിട്ടുമാറി നല്ല രീതിയിൽ മുന്നോട്ട് പോവുക, നിങ്ങൾ ആഗ്രഹിച്ച അനുയോജ്യമായിട്ടുള്ളൊരു വിവാഹം നിങ്ങൾക്ക് നടക്കുക, ആരോഗ്യ പ്രശ്നങ്ങൾ, രോഗദുരിതങ്ങളിൽ നിന്ന് മുക്തി ലഭിക്കുക, കടബാധ്യതകൾ വിട്ടുമാറുക, അങ്ങനെ ജീവിതത്തിലൊരു സമാധാനം, സന്തോഷം, സുഖം ലഭിക്കത്തക്ക തരത്തിലുള്ള ആ ഒരു ഈശ്വരാനുഗ്രഹം, ഭാഗ്യമാണ് ഓരോ തുലാം രാശിയിൽപ്പെട്ട വ്യക്തികളെയും സംബന്ധിച്ച് അനുഭവത്തിൽ വരുന്നത്.
ഈ ഒരു സമയത്തിനെ, ഈ ഒരു കാലത്തിനെ പരമാവധി പ്രയോജനപ്പെടുത്തുക. അത്രമേൽ അപ്രതീക്ഷിത ഭാഗ്യാനുഭവങ്ങൾ, നേട്ടങ്ങൾ തുലാം രാശിയിൽപ്പെട്ട ചിത്തിര, ചോതി, വിശാഖ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് അനുഭവത്തിൽ വരും. അതുപോലെ തുലാം രാശിക്കാരായ വിദ്യാർത്ഥികളെ സംബന്ധിച്ചും വിദ്യാഭ്യാസപരമായ കാര്യങ്ങളിൽ വളരെ ഉയർച്ചയിലെത്തുന്നൊരു കാലഘട്ടം. വ്യാഴമെന്ന് പറയുന്നത് പ്രപഞ്ചത്തിൻ്റെ ഗുരുവാണ്. അപ്പോൾ വ്യാഴത്തിൻ്റെ മൗഢ്യം വിട്ടുമാറുന്നതോടുകൂടി ഉയർ വിദ്യാഭ്യാസം, വിദേശ പഠനം ഒക്കെ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചും വിദ്യാർത്ഥികളെ സംബന്ധിച്ചും നിങ്ങൾ ആഗ്രഹിച്ച കോഴ്സിന് ചേരാൻ സാധിക്കുക, അതിനുണ്ടായിരുന്ന തടസ്സങ്ങൾ വിട്ടുമാറുക, അങ്ങനെ വിദ്യാഭ്യാസപരമായിട്ട് ഒരുപാട് ഉയർച്ചകൾ, നേട്ടങ്ങൾ ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ് തുലാം രാശിക്കാരായ വിദ്യാർത്ഥികളെ സംബന്ധിച്ച്. ഈ ഒരു സമയം തുലാം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളും അവരവരുടെ സ്വന്തം ജനന ജാതകം കൊണ്ടൊന്ന് പരിശോധിച്ച് മുന്നോട്ട് പോകുന്ന ഉത്തമമായിരിക്കും. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ തുലാം രാശിയിൽപ്പെട്ട നിങ്ങൾക്കെല്ലാവർക്കും സർവൈശ്വര്യങ്ങളും ജൂലൈ 9 മുതൽ അനുഭവത്തിൽ ലഭിക്കുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി ധനുരാശിക്കാരായ മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് വ്യാഴം നിങ്ങൾക്ക് നിങ്ങളുടെ രാശിയുടെ അധിപനാണ്. അതുപോലെ ധനു ലഗ്നത്തിൽ ജനിക്കുന്നവരെ സംബന്ധിച്ച് ലഗ്നാധിപനും. അത്രയും ശുഭനായിട്ടുള്ള വ്യാഴം മൗഢ്യം വിട്ടുമാറുന്നതോടുകൂടി ധനുരാശിക്കാരുടെ ജീവിതത്തിലെ പലതരത്തിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും പൂർണ്ണമായിട്ട് വിട്ടുമാറുന്ന അനുഭവം ഉണ്ടാകും. അവരവരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും. നിങ്ങളുടെ പ്രയത്നങ്ങൾ 100% ഫലം ലഭിക്കുന്ന ഒരു സമയവും ഒരു കാലവും ആരംഭിക്കാൻ പോവുകയാണ്. ഏത് തരത്തിലുള്ള പ്രയാസങ്ങളിൽ കൂടെ കടന്നു പോകുന്ന വ്യക്തികളാണെങ്കിലും ജൂലൈ 9 മുതൽ അതിലൊക്കെ ഒരു വലിയ മാറ്റമുണ്ടായി ജീവിതത്തിൽ ഒരു ഉയർച്ചയുടെ കാലഘട്ടം ആരംഭിക്കുന്നു എന്ന് പറയാം. ധനു രാശിക്കാരായ നിങ്ങളെ സംബന്ധിച്ച് വ്യാഴം നിങ്ങൾക്ക് സുഖസ്ഥാനത്തിൻ്റെ ആധിപത്യം വഹിക്കുന്ന ഗ്രഹമാണ്. അപ്പോൾ വ്യാഴത്തിൻ്റെ മൗഢ്യം വിട്ടുമാറി വ്യാഴം പൂർണ്ണ ബലവാനാകുന്നതോടുകൂടി നിങ്ങൾക്ക് ഇത്രയും നാൾ ലഭിക്കാതിരുന്ന ഒരു സുഖാനുഭവങ്ങൾ ജീവിതത്തിൽ വന്നു ചേരും. ഒരു വ്യക്തിയെ സംബന്ധിച്ച് സുഖാനുഭവങ്ങൾ എന്ന് പറയുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും വളരെ മംഗളകരമായി മുന്നോട്ട് പോവുക, നല്ല ആരോഗ്യമുണ്ടാവുക, സാമ്പത്തിക സ്ഥിതി നല്ല മെച്ചമായിട്ട് മുന്നോട്ട് പോവുക, അവനവൻ്റെയും കുടുംബത്തിൻ്റെയും ആവശ്യങ്ങളൊക്കെ നിറവേറ്റാൻ സാധിക്കുക, അതുപോലെ ദാമ്പത്യ കുടുംബജീവിതത്തിലെ സമാധാനം, സുഖം ഒക്കെ വിവാഹം കഴിഞ്ഞ വ്യക്തികളെ സംബന്ധിച്ച് ലഭിക്കുക. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൂടി വരുമ്പോഴാണ് ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരു സുഖം, സമാധാനം, സന്തോഷം ലഭിക്കുന്നത്. ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിങ്ങൾ അനുഭവിച്ചു വന്നിരുന്ന പല പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ വിട്ടുമാറുന്ന ഒരു സമയമാണ്. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണെങ്കിൽ അതിൽ നിന്ന് മാറ്റമുണ്ടാകും. സാമ്പത്തികപരമായ പണം സംബന്ധിച്ചിട്ടുള്ള കഷ്ടതകൾ, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണെങ്കിൽ ആ കടബാധ്യതകൾ, ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തക്ക തരത്തിലുള്ളൊരു മാർഗം നിങ്ങളുടെ മുൻപിൽ തെളിഞ്ഞു കിട്ടും. ദാമ്പത്യ കുടുംബജീവിതത്തിലെ പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ വിട്ടുമാറി ആ ദാമ്പത്യ കുടുംബജീവിതത്തിലെ സുഖം, സമാധാനം, സന്തോഷം ലഭിക്കും. അതുപോലെ തന്നെ വ്യാഴം നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും ഗുണഫലം നൽകുന്ന ഗ്രഹമായതുകൊണ്ട് അപ്രതീക്ഷിതമായ ധനവരവ്, ഭാഗ്യാനുഭവങ്ങൾ, മംഗളകരമായിട്ടുള്ള വിവാഹം, ഇങ്ങനെയുള്ള എല്ലാ നന്മകളും ലഭിക്കുന്ന സമയമാണ്. നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു കാലഘട്ടം ധനുരാശിയിൽപ്പെട്ട പലർക്കും ജൂലൈ 9 മുതൽ നിങ്ങൾ ജീവിച്ച് വന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു ഭവനം ഒന്ന് പുതുക്കി പണിയണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള ഒരു സമയം, കാലമാണ്. പലരെയും സംബന്ധിച്ച് സ്വന്തമായൊരു ഭൂമി വാങ്ങുവാനോ അല്ലെങ്കിൽ വാങ്ങിച്ച ഭൂമിയിൽ ഒരു ഗൃഹം നിർമ്മിക്കുവാനുള്ള ഒരു ഈശ്വരാനുഗ്രഹമൊക്കെ വന്നു ചേരുന്ന അത്യുത്തമമായിട്ടുള്ള ഒരു കാലഘട്ടം. അപ്രതീക്ഷിതമായ സുഖം, സമാധാനം, സന്തോഷം ലഭിക്കും. ധനുരാശിക്കാരെ സംബന്ധിച്ച് അവരവരുടെ മാതാവിൻ്റെ, അമ്മയുടെ കാര്യങ്ങളിൽ, അമ്മയുടെ ആരോഗ്യകാര്യങ്ങളിൽ ഉണ്ടായിരുന്ന ആശങ്ക, വേവലാതികൾ വിട്ടുമാറുക, മാതാവിൻ്റെ ആരോഗ്യകാര്യങ്ങളിൽ നല്ല പുരോഗതി ലഭിക്കുക. ധനുരാശിയിൽപ്പെട്ട പല വ്യക്തികൾക്കും മാതാവിൽ നിന്ന് അപ്രതീക്ഷിതമായിട്ടുള്ള ഗുണാനുഭവങ്ങൾ, നന്മകൾ വന്നു ചേരുന്ന ഒരു സമയവുമാണ്. ധനുരാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളെയും സംബന്ധിച്ച് വ്യാഴത്തിൻ്റെ ഈ സ്ഥിതി അത്രയും നല്ല തരത്തിൽ ഒരു മാറ്റങ്ങളുണ്ടാകും. 7ാം ഭാവം കേന്ദ്രസ്ഥാനത്താണ് വ്യാഴം മൗഢ്യം വിട്ടുമാറി പൂർണ്ണ ബലവാനാകുന്നത്. 7ാം ഭാവം കളത്രഭാവമാണ്, ദാമ്പത്യത്തെ കുറിക്കുന്ന ഭാവം. അതുകൊണ്ട് എടുത്തു പറയേണ്ട ഒന്ന്, ധനുരാശിയിൽപ്പെട്ട മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾക്ക് വിവാഹത്തിനായി ഒരുപാട് കാലമായിട്ട് പരിശ്രമിക്കുന്നു. ഇതുവരെ വിവാഹം നടന്നിട്ടില്ലെങ്കിൽ ജൂലൈ 9 മുതൽ ധൈര്യമായി മുന്നോട്ട് പോകാം. നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ നല്ലൊരു വിവാഹ ജീവിതം ലഭിക്കും. അനുയോജ്യനായിട്ടുള്ള ജീവിത പങ്കാളിയെ ലഭിക്കുന്ന അത്യുത്തമമായ കാലഘട്ടം. ദാമ്പത്യ കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ അല്ലെങ്കിൽ വേർപിരിയലിൻ്റെ വക്കിലൊക്കെ എത്തി നിൽക്കുന്ന ദമ്പതികളെ സംബന്ധിച്ചിട്ട് ആ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് പരിഹരിച്ച് ഒരു നല്ല കുടുംബമായിട്ട് മുന്നോട്ട് പോകുവാൻ സാധിക്കും. പരസ്പരം ഒരു അന്യോന്യം, ഒരു സ്നേഹം, പരസ്പരം മനസ്സിലാക്കൽ, ഇതൊക്കെ ലഭിക്കുന്ന സമയമാണ്.
വ്യാഴം പ്രപഞ്ചത്തിൻ്റെ ഗുരുവാണ്, അറിവ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് അതിൻ്റേതായിട്ടുള്ള അറിവ് ജീവിതത്തിൽ ലഭിക്കുന്ന ഒരു കാലഘട്ടം, മുന്നോട്ട് എങ്ങനെ പോകണം, എന്ത് ചെയ്യണം എന്നൊക്കെയുള്ള നല്ല ഒരു തിരിച്ചറിവ് ഈ ഒരു സമയം നിങ്ങളിലേക്ക് വ്യാഴം നൽകുകയും ചെയ്യും. വ്യാഴമാറ്റം മെയ് 14 സംഭവിച്ചെങ്കിലും ആ ഗുണഫലം അത്രമേൽ ലഭിക്കാഞ്ഞതിന് പ്രധാന കാരണം വ്യാഴത്തിൻ്റെ മൗഢ്യമാണ്. അപ്പോൾ അതൊക്കെ വിട്ടുമാറുന്നതോടുകൂടി ധനുരാശിയിൽപ്പെട്ട മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികളെ സംബന്ധിച്ച് ഒരുപാട് വലിയ മാറ്റങ്ങൾ, നന്മകളാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വന്നു ചേരുന്നത്. ഈ ഒരു സമയം നിങ്ങൾ ഓരോരുത്തരും ജാതകപ്രകാരം വ്യാഴദശ നടക്കുന്നുണ്ടോ, വ്യാഴത്തിൻ്റെ അപഹാരമാണോ, വ്യാഴം ശുഭനാണോ പാപനാണോ ജാതകപ്രകാരം എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നത് അത്യുത്തമമായിരിക്കും. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ ഈ വ്യാഴത്തിൻ്റെ മൗഢ്യം വിട്ടുമാറുന്നതോടുകൂടി ജൂലൈ 9 മുതൽ നിങ്ങൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അത്രമേൽ ഐശ്വര്യങ്ങൾ, നന്മകൾ ലഭിക്കുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി കുംഭം രാശിക്കാരായ അവിട്ടം, ചതയം, പൂരുരുട്ടാതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങൾക്ക് ആ വ്യാഴത്തിൻ്റെ മൗഢ്യം വിട്ടുമാറുന്നതോടുകൂടി ഒരുപാട് വലിയ നേട്ടങ്ങൾ, നന്മകൾ ലഭിക്കുന്ന ഒരു സമയമാണ്. വ്യാഴം നിങ്ങൾക്ക് 5-ാം ഭാവമായ പൂർവ്വപുണ്യസ്ഥാനത്ത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും അത്യുത്തമമായ കാലഘട്ടമാണ്. പക്ഷേ വ്യാഴത്തിൻ്റെ മൗഢ്യത കാരണം നിങ്ങൾക്ക് ആ ഒരു ഈശ്വരാനുഗ്രഹം അത്രമേൽ ലഭിച്ചിരുന്നില്ല. ഇപ്പോൾ ജൂലൈ 9 വ്യാഴം ആ മൗഢ്യത്തിൽ നിന്ന് വിട്ടുമാറുന്നതോടുകൂടി പൂർണ്ണ ബലവാനാകും. നിങ്ങൾക്ക് ജൂലൈ 9 മുതൽ അപ്രതീക്ഷിത ഭാഗ്യങ്ങൾ, ഈശ്വരാനുഗ്രഹങ്ങൾ, നന്മകളാണ് ഓരോ വ്യക്തികൾക്കും അനുഭവത്തിൽ വരുന്നത്. നിങ്ങൾ കുംഭം രാശിക്കാരെ സംബന്ധിച്ച് വ്യാഴം നിങ്ങൾക്ക് ധനത്തിൻ്റെ ആധിപത്യം വഹിക്കുന്ന ഗ്രഹമാണ്. ഇപ്പോൾ പൂർവ്വപുണ്യസ്ഥാനത്ത് വ്യാഴം സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടം നിങ്ങളുടെ സാമ്പത്തികപരമായിട്ടുള്ള പണം സംബന്ധിച്ച്, ധനം സംബന്ധിച്ചിട്ടുള്ള ആകുലതകൾ, ആശങ്കകൾ, വിഷമങ്ങൾ വിട്ടുമാറുന്ന കാലഘട്ടം. എത്ര വലിയ ഒരു കടബാധ്യത അല്ലെങ്കിൽ സാമ്പത്തിക പ്രയാസങ്ങളുള്ള ഒരു കുംഭം രാശിയിൽപ്പെട്ട വ്യക്തികളാണെങ്കിലും ജൂലൈ 9 മുതൽ അതിനൊക്കെ നല്ലൊരു മാറ്റം അനുഭവത്തിൽ വരും. പതുക്കെ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുക, സാമ്പത്തികപരമായ പ്രതിസന്ധികൾ, പ്രശ്നങ്ങളിൽ നിന്ന് കരകയറുന്ന ഒരു നല്ല കാലം, ഒരു നല്ല സമയമാണ്. പലരെയും സംബന്ധിച്ച് ഇതുവരെ ജീവിതത്തിൽ ഇല്ലാതിരുന്ന ഒരു സമ്പാദ്യം, ചെറുതാണെങ്കിൽ പോലും അതൊക്കെ വന്നു ചേരുന്ന ഏറ്റവും നല്ല ഉത്തമമായ കാലഘട്ടത്തിൻ്റെ ആരംഭമാണ്. അവരവരുടെ കുടുംബത്തിൽ തന്നെ ഉണ്ടായിരുന്ന പല പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ വിട്ടുമാറുക, കുടുംബത്തിൽ തന്നെ ഒരു സന്തോഷം, സമാധാനം, സുഖം ലഭിക്കുന്ന തരത്തിലുള്ള അനുഭവങ്ങൾ ഈ ഒരു കാലഘട്ടത്തിൽ വന്നു ചേരും. 5-ാം ഭാവമായ പൂർവ്വപുണ്യസ്ഥാനത്ത് പ്രപഞ്ചത്തിൻ്റെ പൂർണ്ണ ശുഭനായ വ്യാഴം, മഹാവിഷ്ണുവിനെ കുറിക്കുന്ന ഗ്രഹം സഞ്ചരിക്കുന്ന കാലഘട്ടം. അപ്രതീക്ഷിതമായ നന്മകൾ, ഈശ്വരാനുഗ്രഹങ്ങൾ, ഭാഗ്യങ്ങളാണ് കുംഭം രാശിക്കാർക്ക് അനുഭവത്തിൽ വരുന്നത്. പൂർവിക വഴിയിൽ പിതാവിൻ്റെയോ മാതാവിൻ്റെയോ വഴിയിലൊക്കെ ലഭിക്കേണ്ട ഭൂമിയോ മറ്റ് സ്വത്തുവകകളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളുടെ കൈകളിലേക്ക് വരുന്ന ഒരു സമയം. കുംഭം രാശിയിൽപ്പെട്ട പല വ്യക്തികൾക്കും കാലാകാലങ്ങളായി ഉണ്ടായിരുന്ന ഒരാഗ്രഹം, സ്വന്തമായ ഒരു ഭൂമി, ഒരു വീട് എന്നൊക്കെയുള്ള ആഗ്രഹം ഈ ഒരു ജൂലൈ 9 മുതലുള്ള കാലഘട്ടത്തിൽ അനുഭവത്തിൽ വരും. പലർക്കും സ്വന്തമായി ഭൂമി വാങ്ങാനുള്ള ഒരു അവസരമുണ്ടാവുക, ഒരു ചെറുതാണെങ്കിലും ഒരു ഗൃഹം നിർമ്മിക്കുവാനുള്ള ഭാഗ്യമൊക്കെ ഈ ഒരു കാലഘട്ടങ്ങളിൽ കുംഭം രാശിക്കാർക്ക് അനുഭവത്തിൽ വരും. അതുപോലെ തന്നെ സന്താനങ്ങളുടെ കാര്യത്തിലുണ്ടായിരുന്ന ആശങ്കകളൊക്കെ വിട്ടുമാറും. കുംഭം രാശിയിൽപ്പെട്ട മാതാപിതാക്കളെ സംബന്ധിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങളുടെ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം, നല്ല ജോലി, വിവാഹമൊക്കെ നടക്കുന്ന സമയമാണ്. അതുപോലെ കുട്ടികളാൽ മാതാപിതാക്കളും അവരവർ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള നന്മകൾ കുട്ടികളെ കൊണ്ട് അനുഭവിക്കാൻ യോഗമുള്ള ഒരു കാലം, ഒരു സമയവും കൂടിയാണ്. അപ്രതീക്ഷിതമായിട്ടുള്ള ഒരുപാട് നന്മകൾ, ഭാഗ്യാനുഭവങ്ങൾ ഈ ഒരു കാലഘട്ടം കുംഭം രാശിക്കാരെ സംബന്ധിച്ച് അനുഭവത്തിൽ വരും. നിങ്ങൾക്ക് ഇത്രയും നാൾ ഉണ്ടായിരുന്ന ഒരു പാഴ്ചിലവ് വിട്ടുമാറുന്ന സമയമാണ്. 10 രൂപ കയ്യിലേക്ക് വന്നാൽ 20 രൂപയുടെ ഒരു ചിലവ് പലർക്കും കുംഭം രാശിയിൽപ്പെട്ടവർക്ക് അനുഭവത്തിൽ വന്നിട്ടുണ്ട്. പലർക്കും കടം വാങ്ങി വരെ ഓരോ ചിലവുകൾ നടത്തേണ്ട ഒരവസ്ഥ. അതൊക്കെ വിട്ടുമാറി നിങ്ങളുടെ കൈകളിലേക്ക് വരുന്ന പണം, ആ പാഴ്ചിലവുകളൊക്കെ മാറി നിങ്ങളുടെ കൈകളിൽ നിങ്ങൾക്കതൊരു ചെറുതാണെങ്കിലും ഒരു സമ്പാദ്യമായിട്ടൊക്കെ മാറുകയും നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് അത് വിനിയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള അവസരങ്ങൾ വന്നു ചേരുകയും ചെയ്യും. നിങ്ങളുടെ വാക്കിന് തന്നെ മറ്റുള്ളവരുടെ ഇടയിൽ നല്ലൊരു മതിപ്പ് ലഭിക്കുന്ന ഒരു സമയമാണ്. 5-ാം ഭാവമായ പൂർവ്വപുണ്യസ്ഥാനത്ത് വ്യാഴം സഞ്ചരിക്കുമ്പോൾ ഈശ്വരാനുഗ്രഹം അത്രമേൽ വരും. നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങളിലെ പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, ബുദ്ധിമുട്ടുകളൊക്കെ വിട്ടുമാറും. കുംഭം രാശിക്കാരെ സംബന്ധിച്ച് ഏഴരശനിയുടെ അവസാന കാലഘട്ടത്തിൽ കൂടെ കടന്നു പോകുന്ന നിങ്ങൾക്ക് ഈ ഒരു വ്യാഴത്തിൻ്റെ മൗഢ്യം കൂടെ വിട്ടുമാറുന്നതോടുകൂടി അപ്രതീക്ഷിതമായ ഭാഗ്യാനുഭവങ്ങൾ, നന്മകൾ, സാമ്പത്തിക ഉയർച്ച, കുടുംബത്തിൽ സമാധാനം, സന്തോഷം, ദാമ്പത്യ കുടുംബജീവിതത്തിലെ പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ വിട്ടുമാറുക, അവരവർ ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ ഈശ്വരാനുഗ്രഹം ലഭിക്കുക, പലതും മംഗളകരമായിട്ട് പര്യവസാനിക്കുക, ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ വന്നു ചേരുകയും ചെയ്യും.
ഈ ഒരു സമയം നിങ്ങൾ ഓരോരുത്തരും അവരവരുടെ ആ സ്വന്തം ജാതകം കൂടെ നോക്കി വ്യാഴദശ നിങ്ങൾക്ക് ആർക്കെങ്കിലും നടക്കുന്നുണ്ടോ, വ്യാഴത്തിൻ്റെ അപഹാരമാണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇത് മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നത് വളരെ വളരെ ഉത്തമമായിരിക്കും. ആദ്യ പരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ കുംഭം രാശിയിൽപ്പെട്ട നിങ്ങൾക്കെല്ലാവർക്കും ഈ വ്യാഴത്തിൻ്റെ മൗഢ്യം വിട്ടുമാറുന്നതോടുകൂടി ജൂലൈ 9 മുതൽ എല്ലാവിധ ഐശ്വര്യങ്ങളും ആയുരാരോഗ്യ സൗഖ്യങ്ങളും ലഭിക്കുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി മീനം രാശിക്കാരായ പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്ര ജാതകർക്ക് വളരെ ഉത്തമമായിട്ടുള്ള ഒരു കാലഘട്ടത്തിൻ്റെ ആരംഭമാണ്. മീനം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ രാശിയുടെ അധിപനാണ് വ്യാഴം, പൂർണ്ണശുഭൻ. അതുപോലെ മീനം ലഗ്നത്തിൽ ജനിക്കുന്നവർക്ക് ലഗ്നാധിപനുമാണ് വ്യാഴം. ഇങ്ങനെയുള്ള പൂർണ്ണശുഭനായ വ്യാഴം നിങ്ങൾക്ക് 4-ാം ഭാവമായ കേന്ദ്രസ്ഥാനത്ത് സുഖസ്ഥാനത്താണ് സഞ്ചരിച്ചു കൊണ്ടിരുന്നത്. പക്ഷേ മെയ് 14 ആ വ്യാഴമാറ്റം നടന്നിട്ടും ആ വ്യാഴത്തിൻ്റേതായിട്ടുള്ള ഗുണഫലങ്ങൾ അത്രമേൽ ലഭിക്കാഞ്ഞതിന് പ്രധാന കാരണം വ്യാഴം മൗഢ്യത്തിലായിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. ആ മൗഢ്യം ജൂലൈ 9 വിട്ടുമാറുന്നതോടുകൂടി വ്യാഴം പൂർണ്ണ ബലവാനാവുകയും വ്യാഴത്തിൻ്റെ ഗുണഫലങ്ങൾ മീനം രാശിയിൽപ്പെട്ട നക്ഷത്ര ജാതകർക്ക് അനുഭവത്തിൽ വരികയും ചെയ്യും. വ്യാഴം നിങ്ങളെ സംബന്ധിച്ച് കർമ്മസ്ഥാനത്തിൻ്റെ ജീവനസ്ഥാനത്തിൻ്റെ അധിപതിയാണ്. മീനരാശിയിൽപ്പെട്ട ഏതൊക്കെ വ്യക്തികളാണോ കർമ്മം സംബന്ധമായിട്ട് ഉള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത്, അത് സ്വന്തമായിട്ടൊരു ജോലി ചെയ്യുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ, സ്വയം തൊഴിൽ ചെയ്യുന്നവരാണെങ്കിലും ഒക്കെ ആ കർമ്മമേഖലയിലുള്ള തടസ്സങ്ങൾ, പ്രയാസങ്ങൾ വിട്ടുമാറുന്ന സമയമാണ്. ജോലി ഇല്ലാതിരിക്കുന്ന ഒരു മീനം രാശിയിൽപ്പെട്ട വ്യക്തിയാണെങ്കിൽ പോലും നിങ്ങൾ ജൂലൈ 9 ശേഷം പരിശ്രമിച്ചാൽ നിങ്ങളുടെ യോഗ്യതയ്ക്കനുസരിച്ചിട്ടുള്ള ഒരു ജോലിയിൽ പ്രവേശിക്കുവാൻ സാധിക്കും. അതുപോലെ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഉയർച്ചകൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയത്തിൻ്റെ ആരംഭമാണ്. വിദേശ ജോലിക്കൊക്കെ ശ്രമിക്കുന്ന മീനം രാശിക്കാർക്ക് ജൂലൈ 9 മുതൽ വളരെ വളരെ ഉത്തമമാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലിയിൽ പ്രവേശിക്കുവാൻ സാധിക്കും. ഇപ്പോൾ വിദേശത്ത് ജോലി ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു ജോലിക്കായിട്ടൊക്കെ വിദേശത്ത് എത്തി നിന്ന് നിങ്ങൾ പ്രതീക്ഷിച്ച ജോലി ലഭിക്കാതെ, അല്ലെങ്കിൽ വിസ സംബന്ധമായിട്ടോ മറ്റ് പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുന്ന മീനം രാശിക്കാരുണ്ടെങ്കിൽ ജൂലൈ മാസം 9 ശേഷം അതൊക്കെ വിട്ടുമാറി നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള, നിങ്ങൾ ആഗ്രഹിച്ച യോഗ്യതയ്ക്കനുസരിച്ചിട്ടുള്ള ആ ജോലിയിൽ പ്രവേശിക്കുവാൻ സാധിക്കും. കർമ്മ സംബന്ധമായ തടസ്സങ്ങൾ, പ്രയാസങ്ങൾ വിട്ടുമാറുന്ന സമയം. സ്വയം തൊഴിൽ, അതുപോലെ സ്വന്തമായിട്ടൊരു ബിസിനസ്സൊക്കെ ചെയ്യുന്ന മീനം രാശിയിൽപ്പെട്ട വ്യക്തികൾക്കും ഈ ഒരു വ്യാഴത്തിൻ്റെ ആ മൗഢ്യം വിട്ടുമാറുന്നതോടുകൂടി ജൂലൈ 9 മുതൽ ആ കർമ്മരംഗത്തെ, ബിസിനസ് രംഗങ്ങളിലെ ആ പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വിട്ടുമാറും. അപ്രതീക്ഷിതമായിട്ടുള്ള ഉയർച്ച, ധനവരവ് ഒക്കെ വന്നു ചേരുന്ന ഏറ്റവും നല്ലൊരു കാലഘട്ടം, നല്ല സമയമാണ്. നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് ഈ ഒരു സമയം അനുഭവത്തിൽ വരും. 4-ാം ഭാവമായ സുഖസ്ഥാനത്ത് വ്യാഴം സഞ്ചരിക്കുമ്പോൾ മാനസികമായിട്ടും ശാരീരികപരമായിട്ടും ഒരു സുഖം, സന്തോഷം, സമാധാനം ലഭിക്കുന്ന അനുഭവമാണ് വന്നു ചേരുക. പല മീനം രാശിക്കാർക്കും ഈ ഒരു കാലഘട്ടത്തിലാണ് ഭൂമി, ഗൃഹയോഗങ്ങൾ, വണ്ടിവാഹന യോഗങ്ങളൊക്കെ അനുഭവത്തിൽ വരുന്നതും, അതുപോലെ മറ്റ് പലതരത്തിലുള്ള നന്മകൾ, നേട്ടങ്ങളൊക്കെ ലഭിക്കുന്ന സമയവും. വ്യാഴം 4-ാം ഭാവമായ കേന്ദ്രസ്ഥാനത്ത് സഞ്ചരിക്കുന്ന ഈ ഒരു കാലഘട്ടം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് അത്രമേൽ നല്ല ഗുണാനുഭവങ്ങൾ, നന്മകൾ വന്നു ചേരും. നിങ്ങൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഇറങ്ങിത്തിരിച്ച് പരാജയപ്പെട്ട കാര്യങ്ങൾ പോലും ഈ ഒരു സമയം പുനരാരംഭിച്ച് പൂർത്തീകരിക്കാൻ സാധിക്കും. നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹങ്ങളൊക്കെ അതിൻ്റെ പൂർണ്ണതയിൽ എത്തുന്ന ഒരു സമയമാണ്. ഈശ്വരാനുഗ്രഹം നിങ്ങൾക്ക് അത്രമേൽ ലഭിക്കും എന്നുള്ളതാണ്. അവരവരുടെ മാതാവിനാൽ, മീനം രാശിക്കാരെ സംബന്ധിച്ച് മാതാവിനാൽ ഒരുപാട് നേട്ടങ്ങൾ, ഗുണഫലങ്ങൾ അനുഭവത്തിൽ വരുന്ന ഒരു സമയമാണ്. അതുപോലെ മാതാവിന് എന്തെങ്കിലും തരം ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ ഈ ഒരു കാലഘട്ടങ്ങളിൽ അതിനുവേണ്ടി നടത്തിവരുന്ന ചികിത്സകളൊക്കെ പൂർണ്ണ ഫലത്തിൽ ലഭിക്കുകയും മാതാവിൻ്റെ ആരോഗ്യം കൂടുതൽ മെച്ചപ്പെടുന്ന ഒരു സമയവുമാണ്. പ്രത്യേകിച്ചും 4-ാം ഭാവമായ ഈ ഒരു കേന്ദ്രസ്ഥാനത്ത് വ്യാഴം സഞ്ചരിക്കുമ്പോൾ മീനം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളെയും, സ്ത്രീ പുരുഷന്മാരെയും സംബന്ധിച്ച് ഒരുപാട് നന്മകൾ ലഭിക്കും. പ്രത്യേകിച്ച് ദാമ്പത്യ കുടുംബജീവിതത്തിൽ എന്തെങ്കിലും ചെറിയ അസ്വാരസ്യങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ദമ്പതികളുണ്ടെങ്കിൽ ഈ ജൂലൈ 9 ശേഷം നിങ്ങളുടെ കുടുംബജീവിതത്തിൽ, ദാമ്പത്യ കുടുംബജീവിതത്തിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കും. നല്ല സമാധാനം, സുഖം, സ്വസ്ഥതയൊക്കെ ലഭിക്കുന്ന സമയമാണ്. വിവാഹകാര്യങ്ങളിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ മീനം രാശിക്കാർക്ക് വിട്ടുമാറും. പല മീനം രാശിയിൽപ്പെട്ട വ്യക്തികളെയും സംബന്ധിച്ച് നിങ്ങൾക്കൊരു വിവാഹകാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിച്ചാൽ ഒരുപാട് അലച്ചിലുകൾ, പ്രയാസങ്ങൾ, കാലതാമസങ്ങളൊക്കെ അനുഭവത്തിൽ വന്നിരുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ പലരെയും സംബന്ധിച്ച് അവസാന നിമിഷം വിവാഹം
മുടങ്ങിപ്പോയ അല്ലെങ്കിൽ മാറിപ്പോയ അനുഭവമൊക്കെ ഉണ്ട്. അതൊക്കെ ഈ ഒരു ജൂലൈ 9 ശേഷം വിട്ടുമാറി നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നല്ലൊരു മംഗല്യ ഭാഗ്യം, അനുയോജ്യനായിട്ടുള്ളൊരു ജീവിത പങ്കാളി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന സമയവുമാണ്. മീനം രാശിക്കാർക്ക് ഈ വ്യാഴത്തിൻ്റെ മൗഢ്യം വിട്ടുമാറുന്നതോടുകൂടി അവരവരുടെ ജീവിതത്തിലുള്ള പല ആഗ്രഹങ്ങളും സാധിക്കുന്ന ഒരു സമയം, കർമ്മരംഗത്ത് നല്ല രീതിയിലുള്ള ഉയർച്ച വന്നു ചേരുന്ന സമയം, അപ്രതീക്ഷിതമായ ഒരു ഗുണാനുഭവങ്ങൾ, നന്മകൾ വന്നു ചേരുക, അതുപോലെ തന്നെ എല്ലാ നല്ല തീരുമാനങ്ങൾ എടുക്കുവാനുമുള്ള സാഹചര്യം നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങളെടുക്കുന്ന തീരുമാനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന് അത്രമേൽ ഒരു ഗുണപ്രദമാകുന്ന തരത്തിലായിരിക്കും. അപ്രതീക്ഷിതമായ സാമ്പത്തിക ഉയർച്ച, നന്മകളൊക്കെ വന്നു ചേരുന്ന ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു കാലഘട്ടമാണ് മീനം രാശിക്കാരെ സംബന്ധിച്ച്. ഈ ഒരു സമയം നിങ്ങൾ ഓരോരുത്തരും, നിങ്ങൾക്ക് വ്യാഴ മഹാദശ നടക്കുന്നുണ്ടോ, അല്ലെങ്കിൽ വ്യാഴത്തിൻ്റെ അപഹാരമാണോ, ജാതകപ്രകാരം വ്യാഴം ശുഭനാണോ പാപനാണോ എന്നൊക്കെ മനസ്സിലാക്കുക. സ്വന്തം ജനന ജാതകം കൂടി ഈ കാലഘട്ടത്തിൽ പരിശോധിച്ച് മുന്നോട്ട് പോകുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ മീനം രാശിയിൽപ്പെട്ട നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു വ്യാഴത്തിൻ്റെ മൗഢ്യം വിട്ടുമാറുന്നതോടുകൂടി സർവൈശ്വര്യങ്ങളും ആയുരാരോഗ്യ സൗഖ്യങ്ങളും ധനധാന്യ സമ്പൽ സമൃദ്ധിയും ലഭിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി.